അല്ല അമ്മ അച്ഛൻ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കണം. എത്ര നേരമായി പോയിട്ട് ഒരു മണിയേ 100 ആയുസ്. ഇപ്പൊ അച്ഛന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാ. എവിടെയായിരുന്നു ഇത്രയും നേരം? സാധനം വന്നാലല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വളരെ മുമ്പിൽ ഒന്നുകൂടെ ഒഴിച്ച് നമുക്ക് അച്ചാർ കൂട്ടി അടിക്കാം. ഇതിനകത്തൊഴിച്ചോ? ഇനിയിപ്പോ എത്ര വേണം അടിക്കാം, ഞാൻ ലേബലും നീ വേറെ ആരെങ്കിലും എടുത്ത് കുടിക്കണ്ട. ഏത് ഈണമറ വെള്ളം നല്ലതാണ്. എന്തടി ഞാൻ പറഞ്ഞു എന്ത് സാധനം? അണ്ണ ഞാനേ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചേ ഉള്ളണ്ണ കോള. അയ്യോ എന്റെ അണ്ണൻ പൊന്നണ്ണ കേട്ടാ. അയ്യോ അപ്പച്ചി ഇതൊന്നും കുടിച്ചൂടാ. ഞാൻ സത്യമായിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഒരു മുഴുവൻ കോള ഒറ്റയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നത്. ഇതേ അണ്ണൻ സഹോദരിക്ക് മേടിച്ചോണ്ട് വന്ന കോളയല്ല, പിന്നെ മക്കള് കരഞ്ഞ് കാല് പിടിച്ചിട്ട് മേടിച്ചോണ്ട് വന്ന കോളയാണ്. സ്വപ്നമൊക്കെ തകർന്ന് ഇങ്ങേട് വല്ലാത്ത സ്വപ്നമൊക്കെ കണ്ടിട്ട്. അപ്പച്ചി ഇതൊന്നും കുടിച്ചൂടാ. കുടിക്കാൻ പാടില്ല. അപ്പച്ചിക്ക് കുടിക്കാൻ പാടില്ലെന്നേ അവള് പറഞ്ഞോളൂ. അപ്പച്ചിങ്ങനെ കുറച്ച് കൊടു. കൊടുക്കടി കുറച്ച്. പറ്റൂല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടു. എനിക്ക് വേണം എന്റെ കോളം ഇവിടെ അപ്പച്ചി. എനിക്ക് ഭ്രാന്തായ അറിയാലോ അപ്പച്ചി. അവളിപ്പോ വയലന്റ് ആവേ. എടി ഒരു ഇത്തിരി ഇല്ല, കുറച്ച് താടി. ഞാനും ശ്രേയ കപൂറുടെ ഉസ്താദ് മഡ്ഗാഡ് ഖാന്റെ ഇങ്ങനെ ഗസൽ കേട്ടിരുന്ന രാത്രികളിൽ പാടി പൊക്കിപ്പിച്ച് വിടും. ഞാൻ മറന്നുപോയാൽ നടു നിവർത്താൻ വീട്ടിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമോ? ഇനിയിപ്പൊ വിളിക്കുമായിരിക്കും. കോള ഇവിടുന്ന് കുടിച്ചില്ലേ? എന്റെ വയറ്റ് ഭാഗ്യം. സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. മറന്നു വെച്ചതായിരിക്കൂ. എന്റെ ദൈവമേ, അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നമൊന്നും നീ ബലിക്കാതെ വിട്ടിട്ടില്ല. എനിക്ക് വള്ളിയായില്ല. എന്താ പ്രശ്നം? ജില്ലു പെണ്ണൊക്കെ അറിഞ്ഞ ആകെ കുഴപ്പമാവൂ. അങ്ങനെ മുമ്പിൽ വെച്ച് കളഞ്ഞിട്ട് നീ ധൈര്യമായിട്ടിരിക്കേ. അങ്ങനെ നിനക്ക് കെട്ടിച്ചെന്നില്ലേ? ഞാൻ കിട്ടും. അതും എന്താണ് കഴിവ് പറയണ്ട. രണ്ടര അടിച്ചല്ല. കൊച്ചു പിള്ളേര് കുടിച്ചൂടാ. അയ്യോ അങ്ങനെ ഇന്ന പ്രായക്കാരൊന്നുമില്ല, ആർക്കും കുടിക്കാം. ആൾക്കാർ ചുമ്മാ പറയണേ. വന്നാണ് ഒരു കാര്യം. ഇതുവരെ ഈ രാമൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടല്ലോ. അളി അവർക്ക് കൊടു ഉണ്ടാ. എത്ര പ്രാവശ്യം മണിക്കൂട്ടി ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഇങ്ങനെ സംഭവം ഇല്ല. ഈ ഇപ്പം വന്നതിന് ശേഷം നീ മോള് കുടിച്ചോ. കൊച്ചു പിള്ളേർക്ക് ആടുന്നുണ്ട, നിന്ന് ആടുന്നുണ്ട. എന്തോന്ന് ചേട്ടാ ഇത്? ആരുമില്ലേ? കളിയെ ആരാണ്ട് വിളിക്കുന്നു. അതാരി ചിന്നുവോ? അപ്പച്ചിയുടെ സൗണ്ട് അല്ലേ? ചിന്നു സൂപ്പർ സാധനം.
ചിരിയും തമാശയും കളിച്ചിട്ടും ഒക്കെ വരും. അപ്പച്ചി അയ്യോ ചിന്നു മണി ചിന്നു പറ്റി എന്തുറ്റി എന്തു പറ്റി ചിന്നു? ചിന്നു എന്തു പറ്റി? മണിക്കുട്ടണ്ണ ഹായ് ചിന്നു. നിങ്ങൾ അടിപൊളി. എടി എന്തു പറ്റി വീണോ? മണി എന്തോ പറ്റി? നമുക്ക് ആശുപത്രി കൊണ്ടുപോയല്ലോ. മോളെ കുറച്ച് കുടിക്കാൻ വെള്ളം കൊടു മോളെ. ആർക്ക്? എടി അത് അവളുടെ കയ്യിലുണ്ടല്ലോ. ചിന്നു കെട്ടത് മോളെ എഴുന്നേക്ക്. ചിന്നു മേലോട്ട് കേറ്റ്. പൂ പോലെ ഞാൻ ഞാൻ പിടിക്കല, നീ പിടിച്ചെന്നെ പിടിച്ചോ. ഞാൻ സഹായിക്കണോ ചിന്നു? രാമ, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ? അണ്ണ ഉണ്ടണ്ണ. ആ തവണ കിട്ടുവോ? അതാ പോവൂ. ഇതിട്ടി പോന്നി ഞാൻ പിന്നെയും കോവി. മണിക്കുട്ടണ്ണ ഇവ ഞാൻ പറ്റിച്ചണ്ണ. പോടാ, ഇവിടെ നില്ലടാ അനങ്ങല്ലി. ആര് പറഞ്ഞു? മണിക്കൂട്ടാ നമുക്ക് ആശുപത്രി കൊണ്ടുപോയി ഇവിടെ. എന്റെ അളിയ അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. വയ്യ. കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ, ആ, അതെ, ആ. പിന്നെ ഈ കോളയുടെ കുപ്പിക്കകത്ത് രാമ മണിക്കൂട്ട ആളെയും പറ. കോളയുടെ കുപ്പിക്കകത്ത് ദേ ഇവനെ സാധനം മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്ന അവളെടുത്ത് വിളിച്ച് അവള് സന്തോഷത്തിരിക്കുകയല്ലേ കളിയ. അത് മൊത്തം നീ കുടിച്ചാ? കൊറേ ഉണ്ടായിരുന്നോ? രാമനുണ്ണി ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.